अच्छा, आप लखपति दीदी बन गई? जी सर। तो भाई चुनाव लड़ी हो क्या? नहीं सर। तो लड़ोगी? नहीं सर, ये सर आपसे हम इंस्पायर होते हैं सर। आप जो प्रयास करते हैं सर, हम उनसे अपना कदम मिलाकर चलते हैं। इस वजह से जो हम आज हासिल कर पाए हैं सर, ये हमारा सौभाग्य है कि हम आपके सामने उपस्थित हैं सर, और आपके सामने दो बातें बोल रहे हैं सर। ये हमारे लिए बहुत बड़ी गर्व की बात है। अरे सब महिलाएं तालियां बजाएगी। यहाँ बोलने को हर किसी को मौका नहीं मिलता सर, ये हमारा कितनी बहनें हैं जो लखपति दीदी बनी होगी यहाँ? सर हमारे गांव में कम से कम हर समूह से 2-4 महिलाएं तो बन ही गई हैं। 2-3 महिलाएं बन गई। जी सर। നിങ്ങളിപ്പോൾ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമീണ സ്ത്രീയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ക്ഷണിക്കുന്നതാണ്. അവർ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയോട് നേരിട്ട് തന്നെ ബഹുമാനപൂർവ്വം അത് നിരസിക്കുകയും ചെയ്യുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ വലിയ വായിൽ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങളിൽ നിങ്ങളാരും ഈ വാർത്ത കണ്ടിട്ടുണ്ടാവില്ല. പ്രധാനമന്ത്രി നേരിട്ട് അവരുടെ ഗ്രാമത്തിലെത്തിയത് അവർ ലക്ഷാധിപതിയായതിൽ അഭിനന്ദിക്കാനാണ്. ഏതെങ്കിലും ലോട്ടറി അടിച്ചല്ല അവർ ലക്ഷാധിപതിയായത്. നരേന്ദ്രമോദിയോട് ഒരു കൂസലുമില്ലാതെ ആർജവത്തോടെ സംസാരിക്കുന്ന ഈ ഗ്രാമീണ സ്ത്രീയുടെ പേര് ചന്ദാദേവി എന്നാണ്. ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഗ്രാമീണ സ്ത്രീകളുടെ മുന്നേറ്റത്തിനു വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതി കാരണമാണ് അവർ ഇന്ന് ലക്ഷാധിപതിയും പ്രശസ്തയുമായത്. രാജ്യത്താകെ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുറഞ്ഞത് 2 കോടി കുടുംബങ്ങളിലെങ്കിലും ഒരു ലക്ഷാധിപതിയായ വനിത ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഡ്രോൺ ദീദി പ്രോഗ്രാം. हमारे एग्रीकल्चर सेक्टर में टेक्नोलॉजी आए, एग्री टेक को बल मिले, इसलिए विमेन सेल्फ हेल्प ग्रुप की बहनों को हम ट्रेनिंग देंगे और हजारों ऐसे विमेन सेल्फ हेल्प ग्रुप को भारत सरकार ड्रोन देगी, ट्रेनिंग देगी और हमारे एग्रीकल्चर के काम में ड्रोन की सेवाएं उपलब्ध हो, इसके लिए हम शुरुआत करेंगे. प्रारंभ हम 15,000 विमेन सेल्फ हेल्प ग्रुप के द्वारा ये ड्रोन की उड़ान का हम आरंभ कर रहे हैं. 2023 സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. കാർഷിക മേഖലയിൽ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കാർഷിക വൃത്തിയിൽ പല മേഖലയിൽ ഡ്രോൺ ഉപയോഗിക്കാനും അതിനുവേണ്ടി രാജ്യത്തെ കുടുംബശ്രീ പോലെയുള്ള സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് പരിശീലനം നൽകാനും നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം അത് പ്രഖ്യാപിക്കുക മാത്രമല്ല നടപ്പിലാക്കുകയും ചെയ്തു. രാജ്യത്തെ വിവിധ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് ഡ്രോൺ നൽകുകയും അതുപയോഗിച്ച് കീടനാശിനി തളിക്കാനും വിളകളിൽ വളം തളിക്കാനും കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ വീഡിയോ പകർത്താനും ചിത്രങ്ങളെടുക്കാനും മറ്റുള്ള പരിശീലനങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ പരിശീലനം ലഭിച്ച ആളുകൾ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വിവിധ ജോലികൾ ചെയ്യുന്നു. രാജ്യത്താകെ ഗ്രാമപ്രദേശങ്ങളുടെ വില്ലേജ് മാപ്പിംഗ് തയ്യാറാക്കുന്ന പദ്ധതിയായ സ്വമിത്വ എന്ന പദ്ധതിയെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അത്തരം പദ്ധതിയുടെ ഭാഗമായി വില്ലേജ് മാപ്പിങ്ങിനും ഡ്രോൺ ഉപയോഗിക്കാൻ ഇത്തരം പരിശീലനം ലഭിച്ച സ്ത്രീകളെയാണ് ഗവൺമെൻറ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഓരോ ഗ്രാമങ്ങളിലും ഇത്തരം പരിശീലനത്തിൽ വിജയം കൈവരിച്ച വനിതകൾക്ക് ഗവൺമെൻറ് തന്നെയാണ് ഡ്രോൺ നൽകുന്നത്. 80% ഡ്രോണിന് ചിലവാകുന്ന തുകയും ഗവൺമെൻറ് സബ്സിഡിയായി നൽകുകയും 20% മാത്രം ബാങ്ക് ലോൺ ഉപയോഗപ്പെടുത്തി അവർക്ക് നൽകുകയും ചെയ്യുന്നു. സൗജന്യ പരിശീലനം നൽകിയതിന് ശേഷം അതാത് ഗ്രാമപ്രദേശങ്ങളിലെ കൃഷി ആവശ്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കുമൊക്കെ സഹായികളായി ഇത്തരം വനിതകളെ നിയമിച്ച് അവർക്ക് വരുമാനം നൽകിയാണ് അവരെ ലക്ഷാധിപതിയാക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട വാരണാസിയിലെ ചന്ദാദേവി പറയുന്നത് അവരുടെ ഗ്രാമത്തിൽ തന്നെ 4 വനിതകൾ ഈ പദ്ധതി പ്രകാരം ലക്ഷാധിപതി ആയെന്നാണ്. ഈ രാജ്യത്താകെ ഗ്രാമീണ മേഖലകളിലെ കുറഞ്ഞത് 2 കോടി വനിതകളെങ്കിലും ഈ രീതിയിൽ ഈ പദ്ധതി പ്രകാരം ലക്ഷാധിപതി ആകണമെന്നാണ് നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിലെ ഒരു മാധ്യമവും ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിലും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്ന് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അളവുകോൽ ഇതല്ലാത്തതുകൊണ്ടാവാം ഇവിടെ ഈ പദ്ധതിയൊന്നും ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയിക്കുന്നില്ല. ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അടുത്തുള്ള കൃഷി ഓഫീസിൽ പോയി സമരം ചെയ്യേണ്ടി വരും. അല്ലാതെ വേറെ വഴിയുണ്ടാകും എന്ന് തോന്നുന്നില്ല. SHG groups will be selected. They will be given training to use the drones, and with the drones they will literally be also, there will be bank assistance through which loans will be supplied to them with 80% central government's participation. And once the drone reach your hand, you in the village will be the person for whom the farmers would say, come and spray this fertilizer for me, and you will make a living out of it, and you yourself will be the technology master of your village. The woman will be the drone Didi, Namo drone Didi of the village.